നമ്മൾ നമ്മുടെ ജീവിതത്തേക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മൾ എഴുതിവിട്ട മെസ്സേജുകൾ, ഫേസ്ബുക്കിലൊക്കെ കാണാം എന്തെങ്കിലുമൊക്കെ എഴുതൂ, തോന്നിയത് നമ്മൾ എഴുതുന്നു. നമ്മുടെ ഒരു ഷെയർ കൊണ്ട് എത്ര കുടുംബങ്ങളാണ് നാണം കെട്ടിട്ടുള്ളത്, എത്ര മനുഷ്യരുടെ ജീവിതമാണ് നമ്മുടെ ഷെയർ മൂലം നാശമടഞ്ഞിട്ടുള്ളത്. നാളെ പടച്ച റബ്ബിന്റെ അരികിലേക്ക് എത്തുമ്പോ കൈകൾ സംസാരിക്കുന്ന ഒരു ദിവസം വരാനുണ്ടെങ്കിൽ അന്ന് നമ്മുടെ ഈ തള്ളവിരലിന് പടച്ച റബ്ബിന്റെ മുമ്പിൽ ഒരുപാട് പറയാനുണ്ട്. റബ്ബ് ചെയ്ത വരികളെ കുറിച്ചും, മായ്ച്ചു കളഞ്ഞ ഹിസ്റ്ററികളെ കുറിച്ചും, ലൈക്ക് ചെയ്ത പോസ്റ്റുകളെ കുറിച്ചും, ഷെയർ ചെയ്ത ന്യൂസുകളെ കുറിച്ചുമൊക്കെ റഹ്മാനായ റബ്ബിനോട് ഈ കൈകൾ സംസാരിക്കുന്ന ഒരു ദിവസം വരുമ്പോ വതുകല്ലിമുനാ ഐദീഹിം, അന്ന് കൈകൾ സംസാരിക്കുന്ന ദിവസത്തിൽ നമ്മുടെ കൈകൾ എന്താണ് റഹ്മാനായ റബ്ബിനോട് പറയുക? നമുക്ക് ജനങ്ങളെ കാണുന്ന പ്രശ്നം, അള്ളാഹ് കാണുന്ന പ്രശ്നമില്ല. അതുകൊണ്ടാണ് ഹിസ്റ്ററി മായ്ച്ചു കളയുന്നതും. രാത്രിയുടെ ഇരുണ്ട മൂകതയിൽ അള്ളാഹ് കാണുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടും അള്ളയല്ലേ കാണുന്ന, കുഴപ്പമൊന്നുമില്ല. ചെയ്ത പാപങ്ങളെക്കാളും വലുതാണ് ആ പാപങ്ങളോടുള്ള നമ്മുടെ സമീപനങ്ങൾ. നമ്മൾ ചെയ്യുന്ന തെറ്റിന്റെ വലുപ്പമല്ല, അതിലൂടെ നമ്മൾ എത്ര ഉന്നതനായ റബ്ബിനെയാണ് ധിക്കരിക്കുന്നത് എന്ന ചിന്ത നമുക്ക് വേണം.